കൊട്ടിയൂർ ഉത്സവത്തെപ്പറ്റി അധികം അറിയാത്ത ചില കാര്യങ്ങൾ പറയാം. ചന്ദ്രശേഖരൻ എന്ന ആന പെരുമാളിന്റെ തിടമ്പേറ്റുന്ന ആനയെ ചന്ദ്രശേഖരൻ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. കാലകാലങ്ങളിൽ മാറിവരുന്ന ദേവസ്വം ആനയ്ക്ക് ചന്ദ്രശേഖരൻ എന്നാണ് പേര് ചൊല്ലി വിളിച്ചിരുന്നത്. വളരെ മുമ്പുണ്ടായിരുന്ന ചന്ദ്രശേഖരനെ പറ്റി ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഉത്സവകാലത്ത് ചന്ദ്രശേഖരനെ തളിച്ചിരുന്ന് ഇടത്തുനിന്നും ചങ്ങല പൊട്ടിച്ച് കാട്ടിലേക്ക് പോയത്രേ. ശീവേലി സമയം ആയപ്പോ സ്ഥാനികരെല്ലാം വിഷമാവസ്ഥയിൽ ആയെന്നും ആ സമയം ചന്ദ്രശേഖരൻ കാട്ടിൽ നിന്നും ഇറങ്ങി വന്നു. അവനെ വെച്ച് ശീവേലി എഴുന്നള്ളിപ്പ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ യഥാർത്ഥ ചന്ദ്രശേഖരൻ വരുന്നു. ശീവേലിയിൽ എഴുന്നള്ളിച്ച ആന ഒരു കാട്ടാനയായിരുന്നു എന്നും ഭഗവാൻ തന്നെ വന്നതാണ് എന്നും കഥയിൽ പറയപ്പെടുന്നു. ദേവന്റെ ആന ചന്ദ്രശേഖരനെ കൂടാതെ ദേവിയുടെ തിടമ്പേറ്റുന്ന മറ്റൊരു ആനയുമുണ്ട്. ചന്ദ്രശേഖരൻ മാവ് ഇക്കരെ കൊട്ടിയൂരിൽ വാവലിയുടെ കരയിൽ ഉണ്ടായിരുന്ന മാവാണ് ചന്ദ്രശേഖരൻ മാവ്. തൃക്കലശാട്ടിന് ശേഷം സ്വയംഭൂ മൂടുന്നത് അഷ്ടബന്ധം ഉപയോഗിച്ചാണ്. ഈ അഷ്ടബന്ധം ഉണ്ടാക്കാനുള്ള മണ്ണ് ശേഖരിച്ചിരുന്നത് ചന്ദ്രശേഖരൻ മാവിന്റെ ചുവട്ടിൽ നിന്നും ആയിരുന്നു. നെയ്യാട്ടം നാളിൽ നാളം തുറക്കുമ്പോൾ അഷ്ടബന്ധം പ്രസാദമായി ഭക്തർക്ക് ലഭിക്കും. ഇത് ഔഷധശക്തിയുള്ള ഒരു പ്രസാദമായി കരുതപ്പെടുന്നു. മാവ് ഇപ്പോൾ ഇല്ലെങ്കിലും ചന്ദ്രശേഖരൻ മാക്കൂൽ എന്നറിയപ്പെടുന്ന അതേ സ്ഥാനത്ത് നിന്നുമാണ് ഇപ്പോഴും മണ്ണ് ശേഖരിക്കുന്നത്. ചന്ദ്രശേഖരൻ തെരു വൈശാഖോത്സവത്തിനായുള്ള വിളക്കുതിരികൾ തയ്യാറാക്കി കൊണ്ടുവരുന്നത് 18 തെരുവുകളിൽ നിന്നാണ്. അവയിൽ പ്രധാനമായ തെരുവാണ് ചന്ദ്രശേഖരൻ തെരു. ചന്ദ്രശേഖരൻ സേർ ഉത്സവത്തിലെ നിവേദ്യത്തിനുള്ള അരി അളക്കാനുള്ള അളവ് സേർ ആണ്. ചന്ദ്രശേഖരൻ സേർ ഇത് കൂടാതെ അമ്മാറക്കൽ സ്ഥാനത്ത് പായസം നിവേദിക്കുന്നതും ഈ സേറിൽ ആണെന്നുള്ള പ്രത്യേകത ഉണ്ട്. ചന്ദ്രശേഖരൻ തട്ട് നിവേദ്യത്തിനുള്ള അരി അളന്ന് ചെരിയാനുള്ള ചെമ്പ് തട്ടാണ് ചന്ദ്രശേഖരൻ തട്ട്. ചന്ദ്രശേഖരൻ ചട്ടുകം നിവേദ്യം മറ്റ് പാത്രങ്ങളിലേക്ക് മാറ്റാനുള്ള ചെമ്പ് ചട്ടുകമാണ് ചന്ദ്രശേഖരൻ ചട്ടുകം. ചന്ദ്രശേഖരൻ കുടുക്ക ഉത്സവത്തിന്റെ അവസാന നാളുകളിൽ നടക്കുന്ന ഗൂഢപൂജയായ കലപൂജകൾക്കായി നല്ലൂരിൽ നിന്നും കൊണ്ടുവരുന്ന മൺകലങ്ങൾ ആണ് ചന്ദ്രശേഖരൻ കുടുക്ക എന്നറിയപ്പെടുന്നത്.
ഇതോടെ ആരും അറിയാതെ പോയ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്. ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചെറിയ ഒരു വിവരണമാണ് ഞാനിവിടെ പറഞ്ഞത്. താങ്ക്സ് ഫോർ വാച്ചിങ് തെയ്യം VMK ചാനൽ.